6.4 ഓവറിൽ 84-2 എന്നുള്ളൊരു ആ ഒരു സ്റ്റേജ് പിന്നീട് അങ്ങോട്ട് 172 റൺസ് വരെ നമ്മുടെ ഇഷാൻ കിഷൻ അവിടെ ഉണ്ടായിരുന്നു. 15ാമത്തെ ഓവറിലാണ് ഇഷാൻ കിഷൻ ഔട്ടായത്. 32 ബോളിൽ 55 റൺസാണ് എടുത്തത്. 2 4ഉം 4 6 ഉണ്ടായിരുന്നു. 171 സ്ട്രൈക്ക് റേറ്റ്. ട്രാവിസ് ഹെഡ് ഔട്ടായ സമയത്ത് എത്തിയ നമ്മുടെ ഹെൻറി ക്ലാസൻ ഒരു ആങ്കർ ഇന്നിംഗ്സ് പ്ലസ് അടിച്ച് കളിക്കേണ്ട സിറ്റുവേഷനിൽ അടിച്ചും കളിച്ചിട്ട് അത് നല്ല നല്ല ഷോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്ട്രൈക്ക് റൊട്ടേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കളിച്ചുകൊണ്ട് ഇഷാൻ കിഷൻ ഔട്ടായ സമയത്തും ആൾ അവിടെ തന്നെ പിടിച്ചു നിന്നു. അത് കഴിഞ്ഞ് 20ാമത്തെ ഓവറിൽ അതായത് ലാസ്റ്റ് ബോൾ വരെ നമ്മുടെ ഹെൻറി ക്ലാസൻ ഉണ്ടായിരുന്നു. ഹെൻറി ക്ലാസിന് കട്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നല്ല സ്ട്രൈക്ക് റേറ്റ് തന്നെ അടിച്ചുകൊണ്ട് നമ്മുടെ നിതീഷ് കുമാർ റെഡ്ഡിയും ക്രീസിൽ ഉണ്ടായിരുന്നു. അവസാനത്തെ ബോളിലാണ് നമ്മുടെ ഹെൻറി ക്ലാസൻ ഔട്ടായത്. 43 ബോളിൽ 69 റൺസാണ് ആളെടുത്തത്. 3 4ഉം 4 6 അടിച്ചിട്ടുണ്ടായിരുന്നു. 160 മേലെയാണ് സ്ട്രൈക്ക് റേറ്റ്. ഹെൻറി ക്ലാസിന്റെ കൂടെ നിതീഷ് കുമാർ റെഡ്ഡിയും ഒട്ടും കുറവുണ്ടായിരുന്നില്ല. 13 ബോളിലാണ് 29 റൺസ് എടുത്തത്. 2 4ഉം 2 6 ഉണ്ടായിരുന്നു. 223 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. ശരിക്കും ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചാൻസസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ക്യാച്ച് എടുക്കാനുള്ളത്. പക്ഷേ ക്യാച്ചസ് ഒക്കെ ഡ്രോപ്പ് ആയി പോവുകയായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ കൂപ്പർ കോൺലി മിസ്സാക്കിയ ഒരു ക്യാച്ച്, ശശാങ്ക് സിംഗ് മിസ്സാക്കിയ ഒരു ക്യാച്ച്, അതുപോലെ തന്നെ ലോക്കി ഫെർഗൂസൻ മിസ്സാക്കിയ ഒരു ക്യാച്ച്, അത് കൂടാണ്ട് ഒരു സ്റ്റംപിങ് പ്രഭ്സിമ്രാൻ മിസ്സാക്കിയത്. പ്രത്യേകിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ആ ഒരു സ്ട്രോങ് ആയിട്ട് അടിക്കുന്ന സമയത്താണ് ഈ ക്യാച്ചസ് ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ക്യാച്ചസ് ഒക്കെ മിസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് ഇവർ നല്ല രീതിയിലുള്ള ഒരു സ്കോർ ഉണ്ടാക്കിയത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഇന്നലെ കുറച്ചും കൂടി റണ്ണ് കുറച്ച് കുറഞ്ഞേനെന്ന് തോന്നി. കാരണം അവർക്ക് ഒരു സ്ഥലത്ത് പോലും പഞ്ചാബിനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല സൺറൈസേഴ്സിന്റെ മേലെ ബൗളിങ്ങിന്റെ സമയത്ത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രഷറും ഫീൽ ചെയ്തില്ല. നല്ല അടി തന്നെയാണ് അടിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും ഇന്നലെ അൺലക്കി ആയിട്ടുള്ള ബോളറാണ് നമ്മുടെ യുസ്വേന്ദ്ര ചാഹൽ. കാരണം 4 ഓവറിൽ 32 റൺസ് കൊടുത്തിട്ട് ആൾക്ക് ഒരു വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും അങ്ങനെയല്ല, അതിലും മേലെ വിക്കറ്റുകൾ കിട്ടേണ്ടതായിരുന്നു. എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നില്ല ഇന്നലെ ചഹലിന്റെ കൂടെ. ബാക്കി എല്ലാ ബോളേഴ്സും 10ന് മേലെയായിരുന്നു എക്കണോമി. അതിൽ നമ്മുടെ ലോക്കി ഫെർഗൂസനും അർഷദീപ് സിംഗും ആണ് കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾ ചെയ്തത്. അവർക്ക് രണ്ടുപേർക്കും ഓരോ വിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 10 എക്കണോമി റേറ്റിലായിരുന്നു അവർ ബോൾ ചെയ്തത്. പക്ഷെ നമ്മുടെ വൈശാഖ് വിജയകുമാർ 4 ഓവറിൽ 54 റൺസ് കൊടുത്തിട്ടാണ് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബോളിംഗിൽ 50 അടിച്ചിട്ടാണ് ആൾ വിക്കറ്റ് എടുത്തെങ്കിൽ മാർക്കോ യാനിസൻ ഒട്ടും കുറക്കാണ്ട് 4 ഓവറിൽ 64 റൺസ് കൊടുത്തിട്ട് വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പഞ്ചാബ് കിങ്സിന്റെ ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23 റൺസ് ആകുമ്പോഴേക്ക് തന്നെ 3 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ കംപ്ലീറ്റ്ലി തകർന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ചേരെങ്കിലും പിടിച്ചെന്ന് നമ്മുടെ മാർക്കസ് സ്റ്റോയിനിസ് ആണ്. സ്റ്റോയിനിസിന്റെ കൂടെ കോൺലി ഉണ്ടായിരുന്നു. ഇന്നലത്തെ മാച്ചിലെ പഞ്ചാബിന്റെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ ശരിക്കും കോൺലി ആയിരുന്നു. ഇവർ രണ്ടുപേരും കൂടി കുഴപ്പമില്ലാത്ത രീതിയിൽ പാർട്ണർഷിപ്പ് ഉണ്ടാക്കി 63 റൺസ് ആകുമ്പോഴേക്ക് അടുത്ത വിക്കറ്റും പോയി. പിന്നീട് ഉണ്ടായ ഒരു അത്യാവശ്യം നല്ല പാർട്ണർഷിപ്പ് ആയിരുന്നു നമ്മളെ ഷെഡ്ഗയുടെ കൂടെ. ഷെഡ്ഗയും കോൺലിയും കുഴപ്പമില്ലാത്ത രീതിയിൽ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ സമയത്ത് പഞ്ചാബിന് ഒരു വിജയ സാധ്യതയും ഉണ്ടായിരുന്നു. കാരണം ഷെഡ്ഗെ അത്യാവശ്യം പിടിച്ചു നിന്ന് അടിക്കേണ്ട ഷോട്ടുകളൊക്കെ നന്നായിട്ട് അടിച്ച് സിക്സുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ആദ്യം കുറച്ച് മെല്ലെയാണ് പോയതെങ്കിലും പിന്നീട് അങ്ങോട്ട് അടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അടിക്കാൻ ശ്രമിച്ച് ഒന്ന് ആ ഒരു ട്രാക്കിലോട്ട് വരുമ്പോഴേക്കും ഷെഡ്ഗെയും ഔട്ടായി. 14 ബോളിൽ 28 റൺസ് എടുത്ത് നമ്മൾ മാർക്കസ് സ്റ്റോയിനിസ് ചെറിയൊരു വെടിക്കെട്ട് അവിടെ തീർത്തിട്ടുണ്ടായിരുന്നു. 3 4ഉം 2 6ഉം 200 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഷെഡ്ഗെയും കുഴപ്പമില്ലാത്ത രീതിയിൽ ബാറ്റ് ചെയ്തു. 17 ബോളിൽ 25 റൺസാണ് എടുത്തത്. ഒരു 4ഉം 2 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ശശാങ്ക് സിംഗ് വന്നിട്ട് വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ഒന്നും കൊടുത്തില്ല. അതിനുശേഷം വന്ന മാർക്കോ യാനിസൺ അടിക്കുന്ന അടികളൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. ആള് കുറെ നേരം നിന്നു. കൂപ്പർ കോൺലി അടിക്കുന്ന സമയത്ത് ഒരു പാർട്ട്ണർഷിപ്പായിട്ട് വിക്കറ്റ് പോകാത്ത രീതിയിൽ അവിടെ കുറച്ചു നേരം പിടിച്ചു നിന്നുണ്ടായിരുന്നു.